90 വയസ്സിനടുത്ത് പ്രായമുള്ളൊരു വൃദ്ധൻ ഇന്ത്യയുടെ അങ്ങാറ്റത്ത് നിന്ന് 14,000 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇങ്ങാറ്റത്ത് ഈ കൊച്ചു കേരളത്തിലെത്തി 80 വയസ്സ് കഴിഞ്ഞൊരു വൃദ്ധനെ കെട്ടിപ്പിടിച്ചു. മനുഷ്യത്വമുള്ള മനുഷ്യരായി ജീവിക്കുന്ന ആർക്കും ഉള്ളിലൊരു നൊമ്പരത്തോടെ അല്ലാതെ ഈ ദൃശ്യത്തെ നോക്കിക്കാണാൻ ആവില്ല. ഇതിനു പിന്നിലെ രാഷ്ട്രീയവും ഇതിൻ്റെ ആനുകാലിക പ്രസക്തിയെക്കുറിച്ചും നമ്മുടെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ സോ കോൾഡ് ബുദ്ധിജീവികളോ നിങ്ങളോട് പറയില്ല. ഇതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ ദശാബ്ദത്തിലെ ഏറ്റവും മികച്ചൊരു ഫോട്ടോഗ്രാഫായി നാളെ ഒരിക്കൽ കാലം ഇതിനെ അടയാളപ്പെടുത്തുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഇത് നൽകുന്ന സന്ദേശം, അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. അതൊരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകില്ല. പക്ഷേ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫറൂഖ് അബ്ദുള്ള നമ്മളോട് പറയാതെ പറഞ്ഞ ആ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? 3 കാര്യങ്ങളാണ്. 1, നമ്മുടെ കൊച്ചു കേരളം വളരെ മനോഹരമാണ്. ഇന്ത്യയിലെന്നല്ല, ലോകത്ത് മറ്റേതൊരു സ്ഥലങ്ങളെക്കാളും ഈ മനുഷ്യരും ഇവിടുത്തെ മതേതരത്വവും ഇവിടുത്തെ മാനുഷിക മൂല്യങ്ങളും ഇവിടുത്തെ സൗഹൃദങ്ങളും യൂണിറ്റിയും അതൊന്നും ലോകത്തിൻ്റെ മറ്റൊരിടത്തും നമുക്ക് കാണാനാവില്ല. ഒരുപക്ഷെ നിങ്ങൾക്കങ്ങനെ തോന്നുന്നില്ലെന്നുണ്ടെങ്കിൽ 1 മാസം അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങൾ കേരളത്തിന് വെളിയിൽ വന്ന് ജീവിച്ചു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹം, അതായത് കേരളത്തിന് വെളിയിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന വളരെയധികം ആൾക്കാർ, അവരൊക്കെ കേരളത്തിന് വെളിയിലേക്ക് വരുന്നത് കേരളം കൊള്ളാത്തതുകൊണ്ടല്ല, പക്ഷേ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്. പക്ഷേ ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ഒരിക്കൽ തിരിച്ച് കേരളത്തിൽ വന്ന് ഒരു കുഞ്ഞു വീട് വെച്ച് അവിടെ തന്നെ അവസാനം കഴിയണമെന്നുള്ളത്. എനിക്ക് തോന്നുന്നത് UAE-യിലോ ഗൾഫിലോ ഒക്കെ പണിയെടുക്കുന്ന ഏതൊരു മലയാളി സഹോദരങ്ങൾക്കും ഇതൊക്കെ തന്നെയായിരിക്കും തോന്നുന്നത്. അതുകൊണ്ട് വീണ്ടും നമ്മുടെ നാടിനെ ഒരു 100 വർഷം പുറകോട്ട് നടത്താൻ ശ്രമിക്കുന്ന കാപാലികരെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അവരെയൊക്കെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ വേണം. 2ാമത്തെ കാര്യം, ഒന്ന് കെട്ടിപ്പിടിക്കുക. അതിലെ സന്തോഷം എല്ലാവരെയും. നമ്മൾ ഒരിക്കലെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ അച്ഛനെയോ അമ്മയെയോ സഹോദരങ്ങളെയോ ഭാര്യയെയോ ഭർത്താവിനെയോ മക്കളെയോ ഒന്ന് ചെയ്തു നോക്കൂ. ജീവിതം വളരെ ചെറുതാണ്, പക്ഷേ ആ കെട്ടിപ്പിടുത്തം, അത് ഊട്ടി ഉറപ്പിക്കുന്ന ബന്ധങ്ങളും അത് തരുന്ന സന്തോഷവും വളരെ വലുതാണ്. 3ാമതായി, യാത്ര ചെയ്യുക. കാരണം പുതിയ ആളുകൾ, പുതിയ ലോകം, അത് നിങ്ങളെയും വളർത്തും നല്ലൊരു മനുഷ്യനായി, നല്ലൊരു ഉൾക്കാഴ്ചയുള്ള ജീവിതം ജീവിക്കുവാനായി.